കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. അമ്മാ ഇതിപ്പോ എല്ലായിടത്തും പോകണമെന്ന് പറഞ്ഞാൽ മൊത്തം ഓട്ടപ്രദക്ഷിണം പോലെ ഓടി നടക്കേണ്ടി വരും. നമുക്ക് ഒരു ദിവസം കുഴിപ്പള്ളത്ത് പോവാം, എന്നിട്ട് അവിടെ നിന്ന് വൈകുന്നേരം ആകുമ്പോ പടവലത്തോട്ട് പോയി അവിടെ ഒരു ദിവസം നിൽക്കാം. പക്ഷെ നേറ്റിങ്ങനെ പോയിട്ട് പറഞ്ഞാൽ കുറച്ച് കഷ്ടപ്പാടായിരിക്കും. ഇത്രയും ദൂരമല്ലേ? എന്തായാലും നമുക്ക് തിരുവോണം ഇവിടെ തന്നെ. ഇപ്പൊ വാടക വീടാണെങ്കിലും നമ്മളെ വീട് ഇപ്പൊ ഇത് തന്നെയല്ലേ അല്ലേ? ഈ ഓണത്തിന്റെ എന്നൊക്കെ വീടടച്ചിട്ട് പോണത് വർക്കത്തേടാ. അത് ശരിയാണ്. അയ്യോ നിങ്ങൾ ഫാമിലി മെമ്പേഴ്സ് ചർച്ച ചെയ്തോണ്ടിരിക്കല്ലേ? ഞാൻ ഒന്നും ഇഷ്ടപ്പെട്ടാണില്ല, ഞാൻ പോണാണ്. എന്തോന്ന് വെച്ചാ എടാ നിനക്ക് കുഴപ്പമില്ലടേ, നമുക്ക് രജുവിന് ഭയങ്കര കുഴപ്പമാണ്. അങ്ങനെ തന്നെ ഇയാള് പോടെ. ഇയാള് പോണേ എടീ, ഞാൻ ഒരു വാക്ക് പോവാണി. എടീ നോക്കാം കുറെ നാൾ കൊണ്ട് എന്നെ താറടിക്കാൻ കേട്ടാ. ഈയിടെ ഇച്ചിരി കൂടുതലാണോ എന്ന് സംശയം. പൈസ വരല്ലേ, അപ്പൊ എല്ലാവരും കൂടെ ഇങ്ങനെ അറ്റാക്ക് ചെയ്യല്ലേ. ഞാനൊരു കാര്യം പറയാം, തിരുവോണത്തിന് അന്ന് രണ്ടുകൂടി പറ്റിനും പിന്നെ ഒരാഴ്ചത്തേക്ക് എന്നെ കാണൂല. അത് ഞാൻ പറയില്ല, നേരത്തെ പറഞ്ഞത് ഞാൻ തടയിടല്ല, പറയൂല ഞാൻ. അച്ഛൻ എവിടെ വേണമെങ്കിലും പൊക്കോ, പക്ഷെ തിരുവോണത്തിന് അന്ന് ഞാൻ കുഴിപ്പളത്ത് പോകുമ്പോ അച്ഛൻ എന്റെ കൂടെ ഉണ്ടാവണം. ഉണ്ടായില്ലെങ്കിൽ അച്ഛനെ ഞാൻ പിന്നെ എടുത്തോളാം. ഭീഷണിപ്പെടുത്തി അവളെ ഭർത്താവിന്റെ വീട്ടിൽ എന്നെ കൊണ്ടുപോകണം. കൊച്ച കുടുംബക്കാരെ പോയി കാണും വെച്ചാ. അച്ഛൻ സത്യം പറഞ്ഞ റിസ്ക് ആയിരിക്കും അച്ഛാ. അമ്മയ്ക്ക് ലീവ് ഒന്നും കിട്ടൂല, പിന്നെ എന്ത് ചെയ്യും? ഞാൻ ഇപ്പോഴും ഒരു കാര്യം പറയാം, മിക്കവാറും എനിക്ക് നീണ്ട അവധിയൊന്നും എടുക്കാൻ പറ്റില്ല. കാരണം ഞങ്ങളുടെ മാനേജർ ആനന്ദബോസ് സാറ് ഓഫീസിന്റെ ഫ്രണ്ടിൽ വലിയൊരു അത്തപ്പൂക്കൾ ഇടാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് ഇൻചാർജ് ഞാനായിരിക്കും. എടാ നീ ഓഫീസിലോ കടത്തിണ്ണോ റോഡ് വരാൻ തരും എവിടെ നീ ഇടണേ അത്തപ്പൂക്കളാവും. എന്നാലും നീ അപ്പൂപ്പനെ അമ്മൂമ്മയെ പോയി കാണരുത് കേട്ടാ. മാനേജറെ, മാനേജർക്ക് എന്ത് പറയുന്നു? അയ്യോ ഇത് പറഞ്ഞപ്പോഴാണ് ആലോചിച്ചത്. നമ്മളെ ഓഫീസിലേ അത്തപ്പൂക്കള മത്സരമുണ്ട്. അവിടെ മാത്രല്ല കേരളത്തിൽ മൊത്തം ഉണ്ടെന്ന്, എല്ലാ ജില്ലകളിലും വലിയ മത്സര. 9 പ്രൈസൊക്കെയാണ്. ഇനിയിപ്പം എല്ലാം തികഞ്ഞു കേട്ടാ. 1ാം സമ്മാനം ഇത്ര കിണ്ണ. അമ്മ വിളിക്കുന്നു. അമ്മ പറയണം. ഓണത്തിന് ഇവിടെ ആരും പറഞ്ഞില്ല. അത്രയ്ക്കാണ് ആഗ്രഹമില്ലേ? മരുമോളെ ചെറുമക്കളെ ഇളിച്ചോണ്ടിരിക്കുന്ന ഫോട്ടോ അയച്ചു തരാം. കണ്ടോണ്ടിരുന്നാൽ മതി. അത് മതി. നീലു ഇല്ല ഇവിടെ. നീലു അത്തപ്പൂക്കള മത്സരത്തിന് പൂവറയ്ക്കാണ് തോവാളായി പോയിരിക്കുന്നത്. ശരി 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 അമ്മ അച്ഛന് വാ അമ്മ അവിടെ. കാത്തുകാത്തിരിക്കാണ് കേട്ടാ, ഒരു കാത്തുകാത്തിരിക്കാണ്. എന്റെ അമ്മ ചെയ്ത എന്റെ അമ്മ ഇതുവരെ വിളിച്ചിട്ടില്ല. ഒരു കരഞ്ഞിരിക്കാണ്. കയ്യും പോയി. അമ്മ ഓർത്തിട്ടാണ് ഞാൻ ഇപ്പൊ ക്ഷമിച്ച് വർത്താനം പറയണേ. അതെ, നമുക്ക് എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് സമാധാനമായിട്ടൊരു തീരുമാനം എടുക്കാം. എന്നിട്ട് പറ്റുമെങ്കിൽ നമുക്ക് 2 ദിവസം നേരത്തെ ഇങ്ങനെ പോയി നിൽക്കാം. അപ്പൊ പ്രശ്നം തീരൂലേ? എന്റെ തീരുമാനമൊക്കെ ഞാൻ അറിഞ്ഞു. കൊച്ചു പറഞ്ഞ് നമുക്ക് അവിടെ പോവാം, പടവലത്ത് പോവാം, കുഴിപ്പള്ളത്തിന് പോവാം. ലിസ്റ്റിൽ നെയ്യാറ്റിക്കരയില്ല. കുളക്കുവഴിക്കത്തിന് ഓണം സംക്രാന്തി നമുക്കൊന്നും വേണ്ട, ഒന്നും വേണ്ട. എല്ലാത്തിനും കാരണം ഈ കൊച്ചാണ്. എല്ലാം ഇരുന്ന് കേട്ടിട്ട് വാലും തുമ്പും പിടിച്ചിട്ട് അവിടെ കൊണ്ട് ഏറ്റവും വഴക്കണ്ടാകണം എന്താണോ സംഭവം അത് കുഴച്ചിന്ന് അവതരിപ്പിക്കും. സ്ഥിരമുള്ള സ്വഭാവമാണ് ഇപ്പൊ. കൊച്ചാ നിനക്ക് ഞാൻ തരാട്ടാ. പിച്ചു ഞാൻ. അമ്മ അല്ലേ സുഖന്തന്നെ? അതെ അമ്മ, ഒരു കാര്യം പറയാൻ വിളിച്ചതേ. നമ്മൾ ഓണത്തിന് ഇപ്പം അങ്ങോട്ട് പറഞ്ഞില്ല. നീലുവിന് വലിയ താല്പര്യമില്ല. നീലുവിന് താല്പര്യമില്ലെന്ന് ഇത് പറഞ്ഞ വിശ്വാസമായില്ലേ? എൻ്റെ അമ്മ കഴിഞ്ഞ 3-4 ഓണത്തിന് അങ്ങോട്ട് വരാൻ ഞാൻ വരുമ്പോഴൊക്കെ അവർ തടസ്സപ്പെടുന്ന നീലുവാണ്. എന്നെ പോണ്ടെന്ന് പറയും, പിള്ളേരെ വിടൂല. ഞാൻ പറഞ്ഞ കേളമ്മ, ഞാൻ കള്ളമല്ല പറയണത്. അവൾ ഒറ്റ ഒരുത്തിയാണ് ഞാൻ അങ്ങോട്ട് വരാറുള്ളത്. അത് തന്നെ നമ്മളെ മുടിയനില്ലേ, മുടിയൻ ലച്ചുവിനും നെയ്യാറ്റിക്കരയാൻ താല്പര്യമില്ലെന്ന് പറയും. അപ്പോൾ പിന്നെ അമ്മൂമ്മയെ കാണാൻ താല്പര്യമില്ലെന്ന് പറയും. ഞാൻ പിന്നെ പറയണ വിശ്വാസമില്ലെങ്കിൽ പിന്നെ വേണ്ട. മരുമോളെ തലയെ കയറ്റി വെച്ചോണ്ടിരി. എൻ്റെ അമ്മ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളല്ല നീലു. അടുപ്പിക്കാൻ കൊള്ളൂല, അകറ്റി നിർത്താനേ കൊള്ളാവൂ. ഞാനാണ് ഇത് വിളിച്ച് പറഞ്ഞതെന്ന് പറഞ്ഞില്ല കേട്ടാ. എനിക്കിവിടെ എനിക്ക് കിടക്കപ്പുറത്തില്ല. അമ്മയ്ക്കറിയോ ഇപ്പം എന്നെ അടിക്കാൻ കൈവരെ പോകണിപ്പം തള്ളമക്കളും കൂടെ. ഞാൻ അമ്മ പറഞ്ഞ കേട്ടാണ് ഞാൻ ജീവിക്കണം. ഞാൻ എതിർത്ത് ഒരു വാക്ക് പോലും ഞാൻ വിടൂലമ്മ. ഞാൻ സഹിച്ച് കഴിയണേ. ഞാൻ ഉള്ളി കരഞ്ഞാണ് ഇവിടെ ജീവിക്കണം. അമ്മയ്ക്കറിയാമോ? അമ്മ ഞാൻ പറഞ്ഞ കേള, അമ്മ ഈ കാര്യം നീരോടുത്ത പറയരുത്. എങ്കിൽ അമ്മ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രാവശ്യത്തെ ഓണത്തിന് ഉണ്ണാൻ ഞാൻ കാണൂല. അടുത്ത വാവിന് ഇല വെക്കേണ്ടി വരും എനിക്ക്. ആവശ്യത്തൊന്നും തന്നെ പറയാം, ഞാൻ കാര്യം തന്നെ പറയണം. അമ്മ കരയണ്ട, കരയണ്ട. ശരി
പറഞ്ഞാൽ ഞാൻ മിണ്ടൂല ഉള്ള കാര്യം ഞാൻ പറയാം കേട്ടാ. ആ ശരി ശരി. അമ്മ എന്നെ എന്തിനമ്മ ഇങ്ങോട്ട് കെട്ടിച്ചു വിടാം? വല്ല തീകാറ ജയിലിൽ കെട്ടിച്ച് വിടാത്തത്? ജയിലാണമ്മ, ജയിലിവിടെ. ആ ശരി, പറയണ്ട. ശരി അമ്മ, ഓക്കെ. ഇവിടെ പോകണ്ട അടക്കളവാസി. ഓ, മീറ്റിങ്ങിന് കൂടെ ആയിരിക്കല്ലേ? ഓണത്തിനുള്ള മീറ്റിംഗ് കൂടെ ആയിരിക്കും. കൊള്ളാം. നെയ്യാറ്റിക്കര നിനക്കൊന്നും പോകണ്ട. നിനക്ക് നെയ്യാറ്റിക്കര പുച്ചോടെ ഫ്രീക്കാ? എന്തോന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ പറയണത്? ഞങ്ങൾക്ക് നേറ്റിക്കര വരാൻ ഇഷ്ടമില്ലേ, താല്പര്യമുള്ളതല്ലേ? പോവാൻ നോക്കാം. നീ നോക്കണ്ടടാ. നീ തള്ളേറെ വിരലും തൂങ്ങി പടവലത്ത് പോടാ. പിന്നെ നിന്റെ അനിയത്തിയുടെ പോടാ കുഴിപ്പള്ളത്ത്. അവിടെ നാരങ്ങ മുട്ടായി, ഇഞ്ചി മുട്ടായി മാറ്റിയത് നിൽക്കാണ്. ഇതെന്ന് വെച്ചത് അല്ലേ കുഞ്ഞെ? നിനക്ക് എന്താണ് ബാലു? ഓണത്തിന് ഇനി എത്രയോ ദിവസങ്ങളുണ്ട്. ഒരു വിഷയം കിട്ടാത്തോണ്ട് തുടങ്ങിയിരിക്കാം ഓണത്തിന്റെ സബ്ജക്റ്റ് പിടിച്ച്. ഞാൻ ഒരു കാര്യം പറയാം. ഈ ഓണത്തിന് ഒരൊറ്റയാണ് എൻ്റെ വീടിൻ്റെ കാമൂട്ടി ചവിട്ടി പോരുന്നത്. ഈ ഒന്ന് ഓണത്തിന് നേരത്തെ വരണ്ട. അത് ഞങ്ങളുടെ ഇഷ്ടമല്ലേ, വരണോ വേണ്ടോ ഇഷ്ടം കൊണ്ടെങ്കിൽ വന്നിട്ടൊക്കെ കാര്യം ചവിട്ടി എടുക്കും. ഏത് നേരത്താണാവോ ഇതൊക്കെ ചർച്ച ചെയ്യാൻ തോന്നി ഈ ഓണത്തിന്റെ വിഷയം? അതാ കേശവശിവൻ തുടങ്ങി വെച്ചതല്ലേ. ഇവിടെ വരട്ടെ രണ്ടെണ്ണത്തിന് ഞാൻ കൊടുക്കുന്നുണ്ട്. എൻ്റെ പിള്ളേരെ തൊട്ടല്ല, നീയൊക്കെ വിവരം അറിയും. പിന്നെ പണ്ട് ഓണത്തിന് ഒരു മാസം മുമ്പേ പറയും വാല്യൂ നെയ്യാറ്റിക്കര പൈതിക്കട്ടെ, വാല്യൂ 2-3 വർഷം അടുപ്പിച്ചാണ് നിന്നത് ഇവളെ കൊണ്ട് നെയ്യാറ്റിക്കര. അവളൊക്കെ അവളെ അടവായിരുന്നടാ. എന്നെ പറഞ്ഞ് മയക്കതല്ല, എൻ്റെ കയ്യും കാലും കെട്ടി നാക്കിൽ ആണി അടിച്ചവൾ ഇട്ട്. ഇവളെ കൈവരുതിൽ ആയിപ്പോയി. എന്നെപ്പോലെ കഷ്ടത അനുഭവിക്കുന്ന പുരുഷന്മാരെ സാക്ഷിയാക്കി ഞാൻ പറയണു. നീയൊക്കെ ഒരിക്കലും ബാക്കി കൂടെ പറ. അയ്യാ, എനിക്കൊന്നും പറയാനുള്ള ശക്തിയില്ല. പണ്ട് രാഘവമാവൻ പറയുമായിരുന്നു. വേറെ ആരും അവരുടെ വീട്ടിൽ സംസാരിക്കാറില്ല, ഈ രാഘവമാവൻ മാത്രം പറയാറുള്ളൂ. കണ്ടാൻ്റെ മാവൻ എനിക്കറിയാം, മാവനാണ്. എനിക്ക് രാഘവമാവനല്ലേ ഉള്ളൂ. എൻ്റെ രാഘവൻ പറയുമായിരുന്നു, ഭാര്യ ഇടത്തോട്ട് തിരിയുമ്പോൾ ഭർത്താക്കന്മാർ വലത്തോട്ട് പോകണം, ഭാര്യ വലത്തോട്ട് പോകുമ്പോൾ ഭർത്താക്കന്മാർ ഇടത്തോട്ട് പോകണം. അപ്പൊ ഭാര്യ നേരെ നടന്ന ഭർത്താക്കന്മാർ എന്ത് ചെയ്യും? തിരിഞ്ഞ് ജീവനം കൊണ്ട് ഓണോടി. നീ മിണ്ടിപ്പോരുത്, നീയാണ് എല്ലാത്തിനും കാരണം. മിണ്ടിപ്പോരുത്. അച്ഛാ, അത് ഞാൻ നിർത്തടി. അച്ഛനൊന്നും ഈ ടോപ്പിക്ക് ചർച്ച നിർത്താൻ പോകുന്നു എനിക്ക് തോന്നുന്നില്ല. അമ്മ ഇവളെ വിളിച്ചോണ്ട് പോയി, അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും കൂടി അടിയാവും ലാസ്റ്റ്. പോയോ നീലോ, നീ എന്റെ അച്ഛനമ്മ നീ പിടക്കിപ്പിച്ചേ എന്നെ ഒന്ന് അകറ്റല്ലേടി. വെറുതെ അമ്മ, വെറുതെ ഞൂണ്ടാണ്. എന്തോന്ന് വെച്ചാ അച്ഛന്റെ പ്രശ്നം?